ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കേട്ടോ. കോവക്കയും ചെമ്മീനും വെച്ചിട്ടുള്ള അടിപൊളി വറവ് എന്ന് പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ ഉപ്പേരി തോരൻ എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിതാ കോവക്ക, ഞാൻ കാൽ കിലോ കോവക്കയും കുറച്ച് ചെമ്മീനും പിന്നെ ഇതാ അരമുറി ഉള്ളി ചെറുതായി കട്ട് ചെയ്തു, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും തേങ്ങയും പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും സാധനങ്ങളാട്ടോ വേണ്ടത്. ഇനി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കാണുന്നത് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അതിന് വേണ്ടി ഞാനിതാ മൺചട്ടിയായിട്ട് എടുത്തിട്ടുള്ളത്. അതിലുണ്ടാക്കിയ ടേസ്റ്റ് കുറച്ചും കൂടിപ്പല്ലോ. അങ്ങനെ മൺചട്ടി ഒന്ന് ചൂടായി വന്നേരം 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വന്നാൽ 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുകിതാ നല്ല പോലെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് പൊട്ടി വരുന്ന ടൈം നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോവക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതാ കോവയ്ക്കും പിന്നെ ഇതിലേക്ക് നേരത്തെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, എരിവിന് ആവശ്യത്തിന് വേണ്ടി ഇവിടെ 3 പച്ചമുളക് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങൾ എരിവിന് ആവശ്യമായിട്ട് കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. പിന്നെ ഇത് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. എല്ലായിടത്തും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ എത്തുന്ന രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്കൊരു മൂടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അതൊരു 2 മിനിറ്റ് കൊണ്ട് സംഭവം സെറ്റായി വരും കേട്ടോ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതാ ഒരു 2 മിനിറ്റിന് ശേഷം ഇതാ സംഭവം ഇതാ കോവക്ക നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്, പകുതി കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചില്ലേ ചെമ്മീൻ, ഇതൊന്ന് ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ 5 ചെമ്മീനാട്ടോ എടുത്തിട്ടുള്ളത്. വെള്ള ചെമ്മീനായതുകൊണ്ട് അതൊന്ന് കട്ട് ചെയ്തും കൂടി എടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടുകൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ എടുക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് കേട്ടോ. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ഇട്ടത്. അതാകുമ്പോൾ നല്ല കളറും കൂടി കിട്ടുമല്ലോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറാനും അതേപോലെ ചെമ്മീൻ പെട്ടെന്ന് തന്നെ വേകുകയും ചെയ്യും. അതുകൊണ്ട് നമുക്കൊന്ന് 1 മിനിറ്റ് ഒന്ന് മൂടിയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കാണ് ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അങ്ങനെ ഇതാ 1 മിനിറ്റിന് ശേഷം ഞാൻ ഇതൊന്ന് തുറക്കല കേട്ടോ. അങ്ങനെ ഇതാ സംഭവം ഇതാ അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഇതാ അത് ചെമ്മീൻ്റെ വെള്ളം കേട്ടോ ഈ ഊർന്ന് വന്നിട്ട് ഈ ഒരു റെസിപ്പിയിൽ വീട്ടിലെ ഒരു ഏച്ചി ചെമ്മീൻ കൊണ്ട് വരുത്തുന്നുണ്ട് കേട്ടോ. ആളെനിക്ക് പറഞ്ഞു തന്നതാ സംഭവം അടിപൊളിയായിട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ കേട്ടോ ഇട്ടുകൊടുത്ത് ഇതിലെ നിങ്ങൾക്ക് പച്ചപ്പഴമില്ലേ അതും വെച്ചിട്ട് ചെയ്യട്ടോ. സംഭവം അടിപൊളി ടേസ്റ്റ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളെ കരിവേപ്പിലയില്ലേ, കരിവേപ്പിലയും കൂടിയും വരുമ്പോൾ അതിൻ്റെയും കൂടി സ്മെല്ലും കൂടി ആലില്ലേ പൊള്ളിയാട്ടോ. ഞാൻ വെറുതെ പറയുന്നല്ല, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാനിത് കഞ്ഞീൻ്റെ കൂടി കേട്ടോ കഴിച്ചിട്ടുണ്ടായത്. ഇത് ചോറിൻ്റെ കൂടിയും വറവല്ലേ, ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി സാധനം കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് എന്തായാലും പറയണം കേട്ടോ. അങ്ങനെ ഇതാ സംഭവം സെറ്റായിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.